കേറി വരുമ്പോ ആനിമേഷൻ ഭംഗിയല്ലേ? വെൽക്കമിങ് ഭയങ്കര. റിവ്യൂസിന്റെ അതിപ്രസരവുമായ റിവ്യൂ രസം. വെൽക്കം ടു അവർ ചാനൽ. അപ്പോ നമ്മുടെ ഇന്നത്തെ അതിഥി BMW തന്നെ ട്വിൻ പവർ ടർബോ BMW 3 സീരീസ് ഗ്രാൻഡ് ലിമോസിൻ. I just want peace. സോ ദ BMW 3 സീരീസ് ഗ്രാൻഡ് ലിമോസിൻ ആണ് ഇന്ന് നമ്മുടെ മെയിൻ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ? BMW ഇത് 320 LD എന്നാണ് നമ്മൾ വിളിക്കുക. ലോങ് വീൽ ബേസ് ആണ്. എന്താ അല്ലേ, നമ്മളെല്ലാവരും ഒരു ഡ്രീം വണ്ടിയാണ് BMW എന്ന് പറയുമ്പോൾ. ഇത് ഇപ്പോ ഫസ്റ്റ്ലി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ കാലങ്ങളിലൊക്കെ ഒരു BMW എൻട്രി ലെവൽ സെഡാൻ ആയിരുന്നു. പക്ഷെ ഇപ്പോ അത് വന്ന് എല്ലാം ഇൻ ടേംസ് ഓഫ് സ്പെക്ക് ആയാലും ഫീച്ചേഴ്സ് ആയാലും ലെങ്ത് വിഡ്ത്ത് എല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പൊ ലോങ് വീൽ ബേസ് ലോഞ്ച് ചെയ്തതോടുകൂടി ഇപ്പോ ഇതൊരു എൻട്രി ലെവൽ സെഗ്മെന്റ് അല്ല, സംതിങ് എൽസ് അങ്ങനെ തന്നെ പറയണതിന്. പ്രൈസ് ഭയങ്കരമായിട്ട് അതിപ്പോ ഇൻഫ്ലേഷൻ എല്ലാത്തിലും വന്നിട്ടുണ്ട്. പ്രൈസ് എല്ലാം ഭയങ്കര ഹൈ ആയിട്ടാണ് പോകുന്നത്. ബിക്കോസ് ഈ പ്രൈസിന് പണ്ട് 5 സീരീസ് 7 സീരീസ് ഒക്കെ ആ റേഞ്ച് ആയിരുന്നു. അതെ, ഇപ്പോ ലൈക്ക് ഇൻഫ്ലേഷൻ നമുക്കൊന്നും പറയാനില്ല. BMW പക്ഷെ എപ്പോഴും എന്റെ ഒരു ഡ്രീം ആയിരുന്നു. എന്റെ ചെറുപ്പത്തിലേ തൊട്ട് BMW എന്ന് പറഞ്ഞാണല്ലോ, അത് ലൈക്ക് ഒരു ഡ്രീം കം ട്രൂ തന്നെ ആക്കണം എന്ന് എന്റെ ഒരു ആഗ്രഹം തന്നെയാണ് BMW. ആ ഒരു ഷിയർ ഡ്രൈവിംഗ് പ്ലഷർ, അതാണ് ഇതിന്റെ ഒരു മെയിൻ പോയിന്റ്. എസ്പെഷ്യലി BMW ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സാധനമുണ്ട്, അതെനിക്ക് പറയാൻ പറ്റും. എന്താണ് ആ ഒരു കിഡ്നി ഗ്രില്ലിന്റെ ഡിസൈൻ ആണോ? അതുകൊണ്ട് പക്ഷെ മെയിൻ റെയർ വീൽ ഡ്രൈവ്. ഈ സെഗ്മെന്റിലുള്ള ബാക്കി എല്ലാ വണ്ടി ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. ലൈക്ക് ഓഡി ബെൻസ് ഒക്കെ ഫ്രണ്ട് വീൽ ഡ്രൈവ് കൊടുക്കുമ്പോൾ ആ സമയത്തും റെയർ വീൽ ഡ്രൈവ് BMW മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു എക്സെപ്ഷണൽ കാര്യമാണ്. അതാണ് BMWയുടെ ക്യാരക്ടർ. ലൈക്ക് അതിലൊരു കോട്ട് പറയുന്നുണ്ടല്ലേ, നമ്മള് ലൈക്ക് ദ ഓണർ ഡസന്റ് ഗോ സ്ട്രെയിറ്റ്, ലൈക്ക് എന്താ പറയാ, ആ ബെൻഡ് ചെയ്ത് പോണത് ആ ഒരു രീതി ഉണ്ട് പറയണത്. ഡ്രൈവ് ലൈക്ക് യു സ്റ്റോളൻ ദ കാർ, അങ്ങനെ ഒരു പറയലുണ്ട്. തുടങ്ങാല്ലേ? മെയിൻ ആ BMWയുടെ ലോഗോ കറക്റ്റ് ആ ഒരു പ്ലേസ്മെന്റിൽ വെച്ചിരിക്കുന്നല്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു 2D ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്, നല്ലൊരു ഭംഗിയുണ്ട്. ആക്ച്വലി റോൾസ് റോയ്സിന്റെ ആ സെയിം ഒരു പൊസിഷൻ, റോൾസ് റോയ്സിന്റെ സാധനം ഒന്ന് പുറത്തേക്ക് വരുന്നുള്ളത് മാത്രം. പിന്നെ ഇതിന്റെ ഒരു ലോഗോയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇതിനോടൊക്കെ വന്നിട്ടുണ്ട്. ഒരു M50 ജാര എഡിഷൻ ആയാലും M സ്പോർട്ടിന്റെ ഒക്കെ ഒരു ഡിസൈൻ ഒക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. റെഡ് ഇൻസേർട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിലൊരു പ്ലെയിൻ ക്ലാസിക് ലോഗോ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കിഡ്നി ഗ്രിൽ, ഇനി ഫ്യൂച്ചറിൽ കിഡ്നി ഗ്രിൽ എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. BMWയുടെ ഡിസൈൻ ഫിലോസഫി മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് പേഴ്സണലി എനിക്ക് BMWനോടുള്ള ഇഷ്ടം പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഡിസൈൻ ഫിലോസഫി കാരണം. ലാസ്റ്റ് എറ എന്ന് പറയാ ഈ ഗ്രില്ല്, അതാണ് എനിക്ക് ഈ വണ്ടിയോട് എത്ര ഒരു ഇഷ്ടവും ഡ്രീം ഫീല്. ഇത് ഇപ്പോഴും ഇത് മാത്രമേ ഉള്ളൂ തോന്നല്ലേ കിഡ്നി ഗ്രില്ല് മെയിൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണത്. ഇപ്പോ 6 സീരീസ് ഡിസ്കണ്ടിന്യൂഡ് ആയി. പുതിയ 2 സീരീസിനും ഇതിനുമാണ് ഇപ്പൊ നിലവിലുള്ളത്. ബാക്കി XUVs എല്ലാം പോയി. ലാസ്റ്റ് എറ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ വണ്ടിയായിരിക്കും ഈ 3 സീരീസ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാർ അത്ര സ്പെഷ്യൽ ആണതും ഞങ്ങൾ ഇതൊന്ന് കൊണ്ടുവരാനുള്ള റീസൺ. ലാസ്റ്റ് ഗുഡ് ലുക്കിംഗ് എറ, ലൈക്ക് എൻട്രി സെഗ്മെന്റിൽ തന്നെ ആ ഗുഡ് ലുക്കിംഗ് ആയത് നന്നായി. അത് വേറൊരു കാര്യം. പിന്നെ പറയുകയാണെങ്കിൽ ഡിസൈനിലേക്ക് വരാം. ഈ ഗ്രിൽസ് ഉണ്ട്, രസമുണ്ടല്ലേ? ഒരു 8 ലിറ്ററിന്റെ ഒരു ഗ്രില്ലാണ് പോയിരുന്നത്. ലൈക്ക് ഇത് കൂളിങ്ങിന് വേണ്ടി ഇടയ്ക്ക് ഓപ്പൺ ചെയ്യും. നമുക്ക് ആ വീഡിയോ ഇതിടാം, ക്ലിപ്പ് ഇടാം. ലൈക്ക് അതിന് കൂളിംഗ് ആവശ്യം വന്നാൽ മാത്രമേ അത് ഓപ്പൺ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആ ഇൻലെറ്റ് ഓട്ടോമാറ്റിക് ക്ലോസ്ഡ് ആവും. അത് നല്ല രസമാണ്, കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു 6 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. 6 പാർക്കിംഗ് സെൻസർ ഉണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് പറയുകയാണെങ്കിൽ BMWന്റെ ടിപ്പിക്കൽ ഹെഡ്ലൈറ്റ് പുതിയത് വന്ന ഡിസൈൻസ് കട്ട്സും ക്രീസും ഒക്കെ ഇടയ്ക്ക് മാറി വരാറുണ്ടെങ്കിലും ആ ഒരു അപ്പീൽ ഇപ്പോഴും പോയിട്ടില്ല. ആ ഒരു രാത്രിയുള്ള പ്രസൻസ് ഉണ്ടല്ലോ, ആ ഫ്ലാഷ് അടിച്ച് ഇങ്ങനെ ആടി വരണ കാണാനുള്ള ത്രോ ആയാലും ഭയങ്കര ഒരു ഡെയറിംഗ് എന്ന് പറയില്ല, ആ ഒരു ഫീല് വരും. നമ്മൾ ആ റെയർ വീമറിൽ ഇങ്ങനെ ആടി വരണ കാണാം, ആ ലൈറ്റ്സ് വെച്ചിട്ട്. നല്ല പ്രകാശം ഉണ്ട് അല്ലേ? പിന്നെ ഭയങ്കര. ഇതിന് ഏറ്റവും രസം എന്താണെന്നറിയോ,
BMW LED എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സൈഡിൽ. അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഭയങ്കര എല്ലാ ബിറ്റ്സിലും ഉണ്ട്, അത് കാണാൻ പറ്റും. നമ്മൾ എവിടെ എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ ആ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിന് ഫോഗ് ഒന്നും വരുന്നില്ല അല്ലേ? സത്യം പറഞ്ഞ പ്രകാശത്തിന് കുറവില്ല. പിന്നെ ഇത് മതി. പിന്നെ എം സ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഒരു ബമ്പേഴ്സിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്, നല്ലൊരു സ്പോർട്ടി ലുക്കിംഗ് ആണ്. ഇത് സാധാ അല്ല, ഇത് എം സ്പോർട്ട് ആണ്. ഇപ്പോ ഡീസൽ എഞ്ചിന്റെ എം സ്പോർട്ട് വേരിയന്റ് മാത്രമേ ഉള്ളൂ അല്ലേ? ഒറ്റ എഞ്ചിനാണ് ഡീസൽ പ്രൊവൈഡ് ചെയ്യുന്നത്. 3 ലിറ്റർ പെട്രോൾ ആണ്. അതിന് 2 വേരിയന്റ് ഉണ്ടെന്നോ? 330i Li എം സ്പോർട്ടും ഉണ്ട്, പിന്നെ 340i ഉണ്ട്. പിന്നെ ആ ബ്ലാക്ക് ക്ലാഡിംഗ് കൊടുത്തിട്ട് നല്ല രസമാണ്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ്. ഇവിടെ ഹണി കോമ്പിന്റെ ആ സാധനം കൊടുത്തിട്ടുണ്ട്, സ്ട്രക്ചർ കൊടുക്കുന്നതിന് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ എയർ ഇൻസേർട്സ് ഉണ്ട് സൈഡില്, ആ ഒരു എയർ ടർബുലൻസ് കുറയ്ക്കാൻ വേണ്ടിട്ട്. അതുണ്ട്. ലൈക്ക് ഒരു എയറോഡൈനാമിക് ഷേപ്പ് ഉണ്ട്, ഒരു ഷാർപ്പ് ലൈൻസ് കൊടുത്ത് കാണാം. ആ എയർ കറക്റ്റ് നമ്മൾ അങ്ങനെ ഹുഡിന്റെ ആ ഷേപ്പ് തന്നെ ആ ഒരു ഡൈനാമിക് കൊണ്ടുവരാൻ വേണ്ടിട്ട്, ലൈക്ക് എയർ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിട്ട്. ഇത് ലെങ്ത് അല്ലേ? ഇത് ലൈക്ക് മറ്റേ എക്സ്റ്റൻഡഡ് വീൽ ബേസ് ആണ്, അതാണ് ഇത്രയും ലെങ്ത്. ലൈക്ക് സൈഡ് ബേസ് നമ്മൾ കാണിക്കുമ്പോൾ മനസ്സിലാവും ഭയങ്കര വീൽ ബേസ് ആണ്, ഭയങ്കര ലെങ്തി ആണ്. ഇത് ആക്ച്വലി ഒരു 80% 90% 5 സീരീസിന്റെ ലെങ്ത് ഉണ്ട്. ജസ്റ്റ് ഒരു 10 സെന്റിമീറ്റർ ഡിഫറൻസ് ഉള്ളൂ അല്ലെ 5 സീരീസ് ആയിട്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിന്റെ ചാസി കോഡ് G ആണ്, G28 ആണ്. ഇത് 3 സീരീസിന് G20 എന്ന് വിളിക്കും. ഇത് ലോങ് വീൽ ബേസ് ആയതുകൊണ്ട് G28 എന്ന് വിളിക്കും. പണ്ട് E90 F30 ഒക്കെ ആയിരുന്നു ഇതിന്റെ ചാസി. പക്ഷെ എന്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് 3 സീരീസ് എന്ന് പറഞ്ഞാൽ അത് F30 F30 അത് കൊണ്ടുവന്ന ഒരു ടൈം ഉണ്ട്. ബെസ്റ്റ് ലുക്കിംഗ് 3 സീരീസ് പ്ലസ് ആ ഒരു എല്ലാം കൊണ്ടുവന്നു. മോസ്റ്റ് റിലയബിൾ എഞ്ചിൻ, മോസ്റ്റ് റിലയബിൾ കാർ ആയിരുന്നു. അതുമല്ല ഫീച്ചേഴ്സ് ഉണ്ട്, ഡ്രൈവിംഗ് ഫീൽ ഉണ്ട്, എല്ലാം മിക്സ് ചെയ്ത്. E90 ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈവിംഗ് ഫീൽ ആയിരുന്നു. അതുകൊണ്ട് മിക്ക ആൾക്കാർക്കും ലൈക്ക് സ്റ്റിയറിംഗ് ഭയങ്കര ഹാർഡ് ആയിരുന്നു, അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. F30 വന്നപ്പോ എല്ലാം സോർട്ട് ഔട്ട് ചെയ്തു, അതാണ് ഒരു ഗുണം ഉണ്ടായിരുന്നു. പിന്നെ F30 പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഫേവറേറ്റ് ബ്ലോഗർ വിവേകിന്റെ വിവേക് ജി എന്ന് പറയുന്ന ടോക്കിംഗ് കാസ്, പുള്ളിയുടെ കാർ കണ്ടിട്ട് നമ്മൾ ഇൻസ്പയർഡ് ആയത് F30 വെച്ച്. അതിന്റെ ഒരു ഓണർഷിപ്പ് വീഡിയോ ഉണ്ട്, അത് കണ്ടിട്ട്. പിന്നെ നമുക്ക് സൈഡ് പ്രൊഫൈലിലോട്ട് പോകാം. കേൾക്കാണ്ടോ ഞാൻ പറയണത്? പിന്നെ നീളം ലൈക്ക് അത്രയും നീളമുണ്ട്. ഇത് വീൽ ബേസ് ഉള്ള ഒരു വണ്ടിയാണ് 3 സീരീസിന്റെ. ലൈക്ക് ആ ലെങ്ത് എന്താ അല്ലേ? 3 സീരീസ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ആ F30 ഒക്കെ ഒരു കോമ്പാക്ട് ആണല്ലോ, വീൽ ബേസ് എക്സ്റ്റൻഡ് ആയതുകൊണ്ട് ആ ഒരു വീണം വ്യത്യാസമുണ്ട്. ആ ഒരു ഫെൻഡറിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഷോൾഡറിങ് ഉണ്ടാവും, അത് കണ്ടിന്യൂ ചെയ്ത് ബി പില്ലറും കഴിഞ്ഞ് ഇവിടം വരെ നല്ല സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ പോയിരിക്കണം. ക്യാരക്ടർ ഭയങ്കര ഷാർപ്പ് ലൈൻസ്. ഇവിടെ നമ്മുടെ ഈ ഇത് കണ്ട മിറേഴ്സ്, ആ ഒരു ഷേപ്പ് എന്ത് രസമാണല്ലേ. ഇതിന്റെ എം വരുമ്പോ ഒരു ഫിൻസ് ഒക്കെ വരും, ഒരു എയറോഡൈനാമിക് ബിറ്റ് ആയിട്ട് ഒരു പോയിന്റിംഗ് ടിപ്സ് ഒക്കെ ഉണ്ട്. ലൈക്ക് ഇൻഡിക്കേറ്റർ ഇവിടെ തന്നെ സ്വൈപ്പിംഗ് കൊടുത്തിരിക്കില്ല. പിന്നെ അലോയ്സ് ഫ്രണ്ടിലത്തെ 225 സെക്ഷൻ ടയർ, 45 പ്രൊഫൈല്, 18 ഇഞ്ച് ടയർസ്. മിഷലിന്റെ ടയർ എന്താ ടയർ, ആ ഓടിക്കുമ്പോ നമുക്ക് അറിയാം ഗ്രിപ്പ്. ലൈക്ക് ഈ വണ്ടി കോർണർ ചെയ്യാനൊക്കെ ഉപയോഗിക്കും ചിലപ്പോ, അപ്പൊ ആ കോർണറിങ്ങിന് ഈ ടയർ തന്നെ വേണം, മിഷലിൻ തന്നെ വേണം. അലോയ്സ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഈവൻ ആ ഒരു എം സ്പോർട്ടിന്റെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുന്നത് നല്ല രസമുണ്ട്. അടിപൊളി. ആ എം സ്പോർട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന നല്ല ഭംഗിയാണ്. ഇത് കാലിപ്പർ ഒന്ന് വേണമെങ്കിൽ പെയിന്റ് മാറ്റിയൊക്കെ രസമായിരുന്നു, പക്ഷെ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഒരു ഈ കളറിന് ചേരൂല, ബ്ലാക്ക് ആണെങ്കിൽ ചേരും. പിന്നെ പറയുകയാണെങ്കിൽ ലൈക്ക് ആ ഫുഡ് പെക്കിന്റെ നല്ലൊരു ബെൻഡ് കൊടുത്തിട്ടുണ്ട്, അതും എയറോ ഡൈനാമിക്കിന്റെ ഒരു ഭാഗമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാ 4 ഡോസിലും സെൻസേഴ്സ് വന്നിട്ടുണ്ട്, അതൊരു എക്സെപ്ഷണൽ ഫീച്ചറാ. 5 സീരീസ് കൂടെ ഞാൻ കണ്ടിട്ടുള്ളൂ. ചിലപ്പോൾ നമ്മൾ അടുത്ത് വരുമ്പോൾ അതിന് മനസ്സിലാവും ഭയങ്കര സെൻസർ ഭയങ്കര ഫാസ്റ്റ്. വെൽക്കമിങ് രാത്രി എടുക്കുമ്പോ രസമാണ് അങ്ങനെ. അപ്പോ പിന്നെ ഇതിന്റെ ഒരു ഗ്ലാസ്സിലേക്ക് ഏരിയക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് ഒരു ഔട്ടർ ലേഔട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ലൈക്ക് ഡുവൽ ടോൺ അല്ല, സിംഗിൾ ടോൺ തന്നെ. പിന്നെ ലൈക്ക് ഈ ബ്ലാക്കിംഗ് ഇത് കൊടുത്തിരിക്കണ നല്ല ഭംഗിയുണ്ടല്ലേ ആ ഒരു ബെൻഡില്. ഇവനോട് ഫിനിഷിംഗ് തന്നെ ഒരു രസത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ആ സി പില്ലർ കാണാൻ നല്ല രസമുണ്ട്, ഷാർപ്പ് കട്ട്സ് ആൻഡ് ക്രീസസ് ഒക്കെ. സി പില്ലർ ആക്ച്വലി ഭയങ്കര സൈസ് ഉണ്ടല്ലേ. പിന്നെ ബി പില്ലർ കുറച്ച് ചെറുതായി, അകത്തുനിന്ന് ഇരിക്കുമ്പോഴായിരുന്നു ഭയങ്കര ഏറിയ ഒരു ഫീലാ. പിന്നെ ആ സൺറൂഫിന്റെ ആ ഷാർക്ക് ഫിൻ ആന്റിന കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ സൺറൂഫിന്റെ ആ ഒരു ഭാഗവും നല്ല രസമുണ്ട് കാണാൻ. 2 പീസായിട്ടാണ് സൺറൂഫ് വന്നിരിക്കുന്നത്. അതില് ഫ്രണ്ട് പീസ് മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റും, ബാക്കി വ്യൂയിങ് ആംഗിൾ അടിപൊളിയാണ്. ലൈക്ക് പാനോറാമിക് എന്ന് പറയാം അല്ലേ, പാനോറാമിക് സൺറൂഫ്. നമുക്ക് റെയറിലോട്ട് പോവാം. ടെയിൽ ലൈറ്റ് എന്ത് രസമല്ലേ. ആ ലൈക്ക് ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു ഷാർപ്പ് ലൈൻ ഇവിടെ ഇങ്ങനെ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിഫ്യൂസറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനിഷിംഗ് ഒരു എം സ്പോർട്ടിന് ഇൻസ്പയർഡ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്, നല്ലൊരു ഭംഗിയുണ്ട്. ഇതിന്റെ ലൈക്ക് മറ്റേ റിവേഴ്സ് എടുക്കുമ്പോൾ ലൈറ്റ് ഇവിടെ വരണം അല്ലേ. പിന്നെ റിയർ ഡിഫോഗ് ഇവിടെ വരുന്നുണ്ട്.
ഫുൾ LED ആണ്. ഇൻഡിക്കേറ്റേഴ്സ് റിയർ ക്യാം, ഇതിന് 360 ഡിഗ്രി ക്യാം വരുന്നില്ല, റിയർ പാർക്കിംഗ് ക്യാം മാത്രമേ വരുന്നുള്ളൂ. പാർക്കിംഗ് സെൻസർ അസിസ്റ്റും ഉണ്ടല്ലേ, പാർക്ക് അസിസ്റ്റ്. ഇതിൽ 6 സെൻസേഴ്സ്, ബാക്കിലും 6 സെൻസേഴ്സ് ഉണ്ട്. ഓവറോൾ 360 സെൻസേഴ്സ് ഉണ്ട് അല്ലേ, പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. പാർക്കിംഗ് മറ്റേ ക്യാമറ അല്ല. 320 LD എന്ന് പറയുമ്പോൾ L എന്ന് പറഞ്ഞാൽ ലോങ് വീൽ ബേസിന് വേണ്ടി പറയുന്നതാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് ദ ഓൾഡ് വൺ. സാധാ ഡീസൽ 2 ലിറ്റർ ആണെങ്കിൽ 320D ഉണ്ട്, പക്ഷെ അതിപ്പോ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ലോങ് വീൽ ബേസിന് മാത്രമേ ഉള്ളൂ ഈ എഞ്ചിൻ അല്ലേ. അത് 2 എക്സോസ്റ്റ് ഉണ്ട്, 2 ഒറിജിനൽ എക്സോസ്റ്റ് ആണ്, നോട്ട് ഫേക്ക്. ആ ക്രോം ആ ഇൻസേർട്സ് കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട്. ഒരു ബ്രാൻഡ് ന്യൂ കാറാണ്, ബിലോ 6 months ആയിട്ടുള്ളൂ, എന്നിട്ട് പോലും ആ ഒരു നമ്പർ പ്ലേറ്റിന്റെ പോർഷൻസിലൊക്കെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുന്നത് കാണാം. BMW ലോഗോ ഇതെല്ലാം ഫിനിഷിംഗ് കൊടുത്തിട്ട്. ഇത് ലൈക്ക് മുസ്തഫയുടെ അങ്കിളുടെ വണ്ടിയാണ്. 6 months യൂസ് ചെയ്യണല്ലേ. 6 months ചെയ്യും. ബൂട്ട് സ്പേസ് പറയുകയാണെങ്കിൽ 480 ലിറ്റർ അല്ലേ, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഈവൻ ഇതിന്റെ ഒരു ഇന്റീരിയറിലെ ഒരു സ്പേസ് ഒക്കെ കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവും, ബാഗും ഇതൊക്കെ വെച്ചിട്ടായാലും. ലൈക്ക് ഇത്രയും സ്പേസ് പോകാൻ കാരണം ആ സ്പെയർ വീല് കുറച്ച് പൊങ്ങിയിട്ടായിരുന്നു. ലൈക്ക് ഇതിനേക്കാൾ സ്പേസ് കിട്ടേണ്ടതാണ് ശരിക്കും. ലൈക്ക് ഒരു ഡിസൈൻ്റെ ഒരു ഫ്ലോ ആണ് പറയുകയാണെങ്കിൽ. പിന്നെ ഓട്ടോമാറ്റിക് ടെയിൽ ഗേറ്റ് ഉണ്ട്, ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഈ ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ കുറേ മെത്തേഡ്സ് ഉണ്ട്. ലൈക്ക് ഒരെണ്ണം നമുക്ക് കാല് സ്വൈപ്പ് ചെയ്തിട്ട് ഒരെണ്ണം. ഇവിടുന്ന് ഒരു സ്വിച്ച് അകത്തുനിന്ന് നമുക്ക് റിലീസ് ചെയ്യാം, അത് ഓട്ടോ തന്നെ റിലീസ് ചെയ്യും. പിന്നെ കീ ഫോബിലും ഒരു ഓപ്ഷൻ ഉണ്ട്. എത്ര മെത്തേഡ്സ് ആണല്ലേ. അപ്പോൾ ഇതിന്റെ ഫ്യൂവലിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ 59 ലിറ്റേഴ്സിന്റെ ഒരു കപ്പാസിറ്റി ഉള്ള ടാങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. AdBlue ആണ്, BS6 എമിഷൻ നോംസിന്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. സോ 2 ലിറ്റർ TDI പണ്ടത്തെ BMW എല്ലാ ജർമ്മൻ കാസിന്റെ ഒരു മെയിൻ സ്റ്റേ എഞ്ചിൻ ആയിരുന്നു അല്ലേ. ലൈക്ക് ബ്രെഡ് ആൻഡ് ബട്ടർ എഞ്ചിൻ എന്ന് പറയുന്നത് അതായിരുന്നു ഈ 2 ലിറ്റർ. ലൈക്ക് മോസ്റ്റ് വേഴ്സറ്റൈൽ ക്യാരക്ടർ, റിലയബിൾ, അത് മെയിൻ കാര്യം. പെട്രോളിലും മറ്റേ ഓയിൽ കൺസംഷന്റെ കുറച്ച് ഇഷ്യൂസ് പറയേണ്ടായിരുന്നു. 2 ലിറ്റർ പറഞ്ഞാൽ ഏറ്റവും സ്റ്റാർട്ടിംഗ് ബേസിക് എഞ്ചിനായിട്ട് കൊടുത്ത ഒരു വണ്ടിയാണ്. TDI ആണ്, ഡീസൽ. പറയുകയാണെങ്കിൽ ഇത് ട്വിൻ ടർബോ ആണ്, 2 ലിറ്റർ TDI തന്നെയാണ്. ഈവൻ അണ്ടർ ദ ഹുഡ് ആയപ്പോൾ ഇതിന്റെ അകത്ത് പോലും ഒരു ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ സ്റ്റക്ക് ബാസ് ഉണ്ട്. ഈവൻ എഞ്ചിന്റെ കവറിലേക്ക് നോക്കി കഴിഞ്ഞാൽ ട്വിൻ പവർ ടർബോയുടെ ബാഡ്ജിങ്, ഒരു 4 സിലിണ്ടറിനെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ്, ഇതൊക്കെ ഇത് എന്തുകൊണ്ടാണ് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഈ എഞ്ചിന്റെ പ്ലേസിംഗ് ആണ്, ഇങ്ങനെ സ്ട്രെയിറ്റ് പ്ലേസിംഗ് ആണ്, അതിലാണ് ആ എക്സ്പെൻസീവ് പറയാം. ഓക്കെ, ഇത് പറയുകയാണെങ്കിൽ ഇതിൽ വേരിയബിൾ ജോമെട്രി ടർബോ ആണ്, കോമൺ റെയിൽ എഞ്ചിൻ തന്നെയാണ്. സ്പെക്ക് പറയുകയാണെങ്കിൽ 187 bhp ആൻഡ് 400 Nm ടോർക്ക്. ആ ടോർക്കാണ് അറിയാം നമ്മൾ ഡ്രൈവിന് പോകുമ്പോൾ, 400 Nm ആ ഒരു ടോർക്കിന്റെ ഫീല്. ലൈക്ക് ടോർക്ക് ഇനീഷ്യലി 1750 RPM തന്നെ കിട്ടും അല്ലേ. മറ്റത് ഹോഴ്സ് പവർ ലൈക്ക് ഒരു 4000 RPM. നമുക്ക് ഇനി ഇതിന്റെ ഡ്രൈവിംഗ് വിശേഷത്തിലേക്ക് കിടക്കാം. അതെ, കീ നല്ല രസമുണ്ടല്ലോ. വലിയ 5 സീരീസിലാണ് മറ്റേ ടച്ചും ഇതൊക്കെ വരുന്നത്. കളേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോക്ക് അൺലോക്ക്, ബൂട്ട് ഓപ്പണിംഗ്, പിന്നെ ഒരു ബട്ടൺ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് തന്നെ ഈ ഫീച്ചർ എന്താണെന്നുള്ള ഇഷ്ടമുള്ളത് കൊടുക്കാം. ഒരു ഡയമണ്ട് ഷേപ്പിലൊരു സാധനമുണ്ട്, നമുക്ക് വെൽക്കമിങ് ആണ് അല്ലേ ഇതിന്റെ. ഇപ്പോൾ നമ്മൾ കീ ഇപ്പോൾ പോക്കറ്റിൽ വെച്ചിട്ടായാലും ഇപ്പോൾ റിക്വസ്റ്റ് സെൻസർ നെക്കണ്ട, അതിന് മുമ്പ് തന്നെ കാറിന് ഒരു വെൽക്കമിങ് ഉണ്ട്. നമുക്ക് സാമ്പിൾ കാണിക്കാം. നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഒരു അൺലോക്കിംഗ് ഡീറ്റെയിൽ എന്തായാലും നൈറ്റ് ടൈമിൽ പ്രത്യേകിച്ച് ബ്രഡ് ലാമ്പ് എല്ലാം നല്ല ഭംഗിയാണ്. ബാക്കി ഇന്റീരിയർ. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഇന്റീരിയർ തുടങ്ങാം അല്ലേ. കേറി വരുമ്പോ ആനിമേഷൻ ഭംഗിയല്ലേ. ആ ഒരു വെൽക്കമിംഗ് ഭയങ്കര. മെമ്മറി സീറ്റ്സ് ഉണ്ടല്ലോ, രണ്ട് മോഡ്സ് ഉണ്ട്. 10-way അഡ്ജസ്റ്റബിൾ പവർ സീറ്റ്സ് ആണ് രണ്ടും ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇതിന്റെ സ്റ്റിയറിംഗിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ M Sport ഇൻസ്പയർഡ് സ്റ്റിയറിംഗ്, ആ ഒരു കാലങ്ങളായിട്ട് കൊടുക്കുന്ന ഒരു ഡിസൈൻ. M ലോഗോ കൊടുത്തിരിക്കുന്നത് ഭംഗിയാണ്. മെറ്റൽ ഫിനിഷിലായാലും ഒരു പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് ഒരു നല്ല രസത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ലെതർ അല്ലേ? യെസ്, ഫുൾ ലെതർ. പിന്നെ എല്ലാം ഒരു സെയിം ഡിസൈനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്ക്രീൻ പോണ ഒരു ഷേപ്പ് ഉണ്ട്, ആ ഡ്രൈവറിനെ സെൻട്രിക് ആയിട്ട് ഒരു കർവ് ചെയ്ത് നല്ല ഭംഗിയില കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ കർവ്ഡ് PC കണ്ടിട്ടില്ലേ, അതേ ഒരു ഫീല്. ലൈക്ക് ഇത് ടച്ചും ഉണ്ട്, മറ്റേ iDrive നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പണ്ട് iDrive മാത്രം ഉണ്ടായുള്ളൂ. പിന്നെ റോട്ടറി നോബായാലും കണ്ടോ ഒരു ടാക്ടൈൽ ഫീൽ എന്ത് രസമാണ് ഭയങ്കര. ഈവൻ ഇവിടെ വോളിയം കൂട്ടാൻ തന്നെ ടാക്ടൈൽ ഫീൽ, ഒരു നേൾ ഫിനിഷിംഗ് ഭയങ്കര ഒരു ഡീറ്റെയിലിംഗിന് ഭാഗം. ഡുവൽ സോൺ ആണല്ലേ AC. ഓവറോൾ
പിന്നെ പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട്, മറ്റേ പാർക്കിംഗ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഫിസിക്കലി ഉള്ളത് മാറ്റി. അതെ, ലക്ഷറി ആണല്ലോ, നമുക്ക് സ്കിഡ് ചെയ്ത് കളിക്കാനുള്ള ഇതൊന്നല്ല. പണ്ട് ആ F30-ലൊക്കെ ഹാൻഡ് ബ്രേക്ക് തന്നെ ആയിരുന്നു അല്ലേ? അല്ല, F30-ല് ഹാൻഡ് ബ്രേക്ക് ആയിരുന്നു. F30-ല് ഹാൻഡ് ബ്രേക്ക് ഫിസിക്കലായിരുന്നു. പക്ഷെ G20 സീരീസ് 2019 ഫേസ് ലിഫ്റ്റ് വന്നപ്പോ തൊട്ട് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്. പക്ഷെ എനിക്ക് ഇതിന്റെ ഒരു മെയിൻ മിസ്സിംഗ് പോയിന്റ് ആയി പോയത് ഇതിന്റെ ഒരു ഗിയർ ലിവർ ആയിരുന്നു. ഓ, അടിപൊളി. ആ ഒരു ഷേപ്പിലുള്ള ഗിയർ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഫ്ലിക്ക് ചെയ്തിട്ട് ഇടുന്നത്. അത് സത്യം പറഞ്ഞാൽ ക്രിസ്റ്റൽ നോബ് എന്നുള്ള ഇതിന്റെ ഒരു മെയിൻ കോൺ പറയുകയാണെങ്കിൽ ഗിയർ സെലക്ടർ ഭയങ്കര അഗ്ലി ആയി പോയി ഗിയർ സെലക്ടർ. പിന്നെ കുറെ കൺട്രോൾസ് ഉണ്ട് ഇവിടെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് തുറക്കുമ്പോ തന്നെ ഒരു രസമല്ലേ, അതിങ്ങനെ താഴത്തോട്ട് പോയി വയർലെസ് ചാർജിങ് ഉണ്ട്, 2 കപ്പി ഹോൾസ് ഉണ്ട്, USB പോർട്ട് ഉണ്ട്, 12 വോൾട്ടിന്റെ ഒരു അഡാപ്റ്ററിന്റെ പോർട്ട് ഉണ്ട്, 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നുണ്ട്. അതെ. പിന്നെ ആംറസ്റ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ടല്ലേ, ഫിൽഡ് ആണ്. അവിടെ തന്നെ ഒരു സീറ്റ് ഒരു ചെറിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, രസമല്ലേ ഡീറ്റെയിലിംഗ്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഗ്ലൗ ബോക്സ് തുറന്നു തരുന്നതാണ് രസം. ഇത് കൂളല്ലേ ഗ്ലൗ ബോക്സ്? നല്ല ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഒരു തൊടുമ്പോ ഒരു ഫാബ്രിക് ഫിനിഷിംഗ് നല്ലൊരു. ഇവിടെ ഡോക്യുമെന്റ്സ് എല്ലാം വെക്കാം. ഇവിടെ ഇവിടെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടില്ല, നമുക്ക് ഫയൽ ആണ് ഇങ്ങോട്ട് വെക്കായിരുന്നു. ലോക്കബിൾ ഗ്ലൗ ബോക്സ് ആണല്ലേ? ലോക്കബിൾ അല്ല, ഇന്റീരിയർ ലൈറ്റിംഗ് തന്നെ എന്ത് രസമല്ലേ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ആ കണ്ടിന്യൂഷൻ കൊടുത്തിട്ടുണ്ട്, ബാക്കിൽ കൊടുത്തിട്ടുണ്ടല്ലേ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ 16 സ്പീക്കേഴ്സ് ആണ് ഹാർമൻ കാർഡിന്റെ. പിന്നെ ഇതിന്റെ ഒരു ലേഔട്ട് നോക്കുമ്പോ തന്നെ എല്ലാം ഷാർപ്പാണ്, പലതരം കളർ മെറ്റീരിയൽസ് ഒരു ഫിനിഷിംഗിൽ കൊടുത്തിരിക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് ലെതർ ഫിനിഷിംഗ്, എല്ലാം അവിടെ ഒരു സോഫ്റ്റ് ടച്ച് ആണ്. ഈ ഇത് കൊടുത്തിരിക്കുന്നത് എന്ത് ഭംഗിയാണ്. ഇവിടെ ഒരു ടച്ച് വുഡൻ ഒരു ടച്ച് കൊടുത്തിട്ടുണ്ടല്ലേ, ബ്ലാക്ക്. വുഡൻ ഫിനിഷ് ഉണ്ടോ? വുഡൻ ഫിനിഷ് ഇല്ല. ഈവൻ ആ എയർ വെന്റ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമുക്ക് ആ ആംറസ്റ്റ് ഇവിടെ ഹാൻഡിൽ ഇങ്ങനെ പിടിച്ചിരിക്കാൻ നല്ല ഒരു രസം, കംഫർട്ടബിൾ ആണ്. സ്പീക്കേഴ്സ് രക്ഷയില്ല, ഹാർമൻ കാർഡിന്റെ ഭയങ്കര എഫക്റ്റ് ആണ്, ഭയങ്കര ഒരു ഫീൽ. ലൈക്ക് ഈ വിലക്ക് പറയുകയാണെങ്കിൽ ഇതിനേക്കാളും ഫീച്ചേഴ്സ് ബെൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് ഫീച്ചർ അല്ല, ഇതൊരു ഡ്രൈവർ. അപ്പോ നമുക്ക് ഡ്രൈവിന് കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കും. ഒരു ഡീസലിന്റെ ഒരു ഫീലേ ഇല്ല, സൈലന്റ് എഞ്ചിൻ. ഓവർ ഹാർഡ് ആക്സലറേഷനിൽ മാത്രമാണ് ഇതൊരു ഡീസൽ കാറാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. എനിക്ക് ആ ക്ലസ്റ്റർ അത്ര ഇഷ്ടമായില്ല. ആ ഒരു അനലോഗ്, നമ്മൾ അനലോഗ് യൂസ്ഡ് ആയിട്ടാണോ അറിയില്ല, ചിലർക്ക് ഇത് മിസ്സിംഗ് ഉണ്ട്. പിയാനോ ബ്ലാക്ക് ആണല്ലോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലാണ് സ്വിച്ചസ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും പിയാനോ ബ്ലാക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി, അതുകൊണ്ട് ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. മാറ്റ് കൊടുത്ത ഒരു ചീപ്പ് ഫീൽ ഉണ്ട്. ഫുൾ ബ്രൗൺ ലെതർ സീറ്റ്സ് ആണല്ലോ ഇന്ത്യയിൽ. ഈ ഒരു ജനറേഷൻ കൂടി എനിക്ക് തോന്നുന്നു അപ്പോ സ്വിച്ചസിൽ ടച്ച് വരാതിരിക്കുന്നുള്ളൂ. ഇത് പ്രോപ്പർ സ്വിച്ചസ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഏത് ബ്രാൻഡ്സ് എടുത്താലും മേക്ക് എടുത്താലും റേഞ്ച് റോവർ ഏതെടുത്താലും ഇപ്പൊ എല്ലാം ടച്ച് ആയിട്ട് മാറിയിട്ടുണ്ട്. സത്യം പറഞ്ഞൊരു ഫിംഗർ പ്രിന്റ് മാഗ്നറ്റിനേക്കാൾ ഉപരി പ്രോപ്പർ വർക്കിങ്ങിനെ ബാധിക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ ഒരു ഫോൾസ് ടച്ച് ആയാൽ പോലും അത് സെൻസ് ചെയ്യും. പിന്നെ പിയാനോ പെഡൽസ് ഇപ്പോഴും BMW മെയിൻറ്റെയിൻ ചെയ്യണ്ട. ഇത് ഭംഗിയാ. ലൈക്ക് പിയാനോ പെഡൽസ് പറഞ്ഞാൽ ബേസിക്കലി ഇങ്ങനെ ഒരു നിൽക്കുന്ന ഒരു ആക്സിലേറ്റർ ആണ്. അത് BMW ആണ്. കാണാൻ ഫുൾ മെറ്റൽ ഫിനിഷ് ആണ്, അതിലും ഒരു കോസ്റ്റ് കട്ടിംഗ് ഒന്നുമില്ല. അതെ. പിന്നെ ഇതിന്റെ ഹെഡ് ലാംപ്സ് ആയാലും വൈപ്പേഴ്സ് ആയാലും എല്ലാം ഓട്ടോമാറ്റിക്. നല്ല ത്രോ ആണ്, ഭയങ്കര ത്രോ. പ്രൊജക്ടർ ഫീച്ചേഴ്സ് ഒക്കെ നല്ല രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി പിന്നെ പറയേണ്ട കാര്യമില്ല. BMW സേഫ്റ്റിയില് പണ്ടേ 6 എയർ ബാഗ്സ്. അതെ. പിന്നെ ഓട്ടോ ഡിമ്മിങ് ഉണ്ട്, ലൈറ്റ്സിന്റെ കൺട്രോൾസ് ഉണ്ട്, യെല്ലോ ലൈറ്റ്സ് ആണ്, സൺറൂഫിന്റെ കൺട്രോൾസ് ഇവിടെയാണ്. പിന്നെ വാനിറ്റി മിറേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതില് ലാമ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. തുറക്കുമ്പോ തന്നെ ലാമ്പ് കത്തും. ഇവിടെ മൈക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു SOS ബട്ടൺ കൊടുത്തിട്ടുണ്ട്. റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ടല്ലോ. ബാക്കി ഇനി നമുക്ക് ഡ്രൈവിൽ കാണാം. സോ ഇനീഷ്യൽ ഇംപ്രഷൻസ് എന്ത് പ്ലാന്റഡ് ആണല്ലോ വണ്ടി. റോഡില് അല്ല ഗ്ലൂ ടു ദ റോഡ് എന്ന് പറയില്ലേ, ഒഴുകി പോകുന്ന ഒരു ഒന്നും അറിയാനുള്ള നമ്മൾ എക്സ്ട്രാ നോയ്സ്. ഒരു ബോട്ടിൽ പോണ പോലെയൊക്കെ തോന്നുന്നു വണ്ടി, ഇങ്ങനെ ഒഴുകി പോണം. ഇവർ ആ ഒരു ബംസ് ഒക്കെ ചാടുമ്പോഴായാലും ഭയങ്കര ബട്ടർ സ്മൂത്ത് ആയിട്ടുള്ള സസ്പെൻഷനും. അത്ര കോംപ്ലക്സ് സസ്പെൻഷൻ ഒന്നല്ല അല്ലേ, അവരൊരു കോമൺ സസ്പെൻഷൻ തന്നെയാണ്. ലൈക്ക് റൈഡ് നല്ലതാട്ടോ.
ലൈക്ക് ബംപ്സ് ഒന്നും അത്ര പ്രശ്നം. എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് കുറച്ചുകൂടി ഇത് അവർ ട്യൂൺ ചെയ്തിട്ടുണ്ട് സസ്പെൻഷൻ. ഓക്കെ, എൻജിൻ നമ്മുടെ ഫേവറേറ്റ് 2 ലിറ്റർ എൻജിനാണ്. 400 Nm ടോക്ക്, 187 bhp. അത് നമുക്ക് ആ ഡ്രൈവിംഗിൽ ആ ഒരു ഫീൽ തന്നെ കിട്ടുന്ന ഒരു എൻജിൻ തന്നെയാണ് ഇത്, ട്വിൻ ടർബോ. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബേസിക്കലി കംഫോർട്ട് മോഡിലായിരിക്കും ഓൺ ആവുന്നത്. നമ്മള് ഇക്കോ പ്രോ മോഡിലാണ് ഇട്ടിരിക്കുന്നത്. അതാണ് ഡിസ്പ്ലേയിലെ ഒരു കളർ സ്കീമിന്റെ തന്നെ ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നത്. ടച്ച് നല്ല റെസ്പോൺസീവ് ആണ്. ഈ ഒരു റോട്ടറി നോബ് വെച്ചിട്ടാലും നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഓപ്പറേറ്റ് ചെയ്യാം, മീഡിയയിലേക്ക് പോവാം, പെട്ടെന്ന് നല്ല സ്വിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോ ഡിസ്പ്ലേസിലേക്ക് വരാണെങ്കിൽ കംഫർട്ട് മോഡിലേക്ക് വരുമ്പോ ഒരു തീം തന്നെ മാറി, കളർ സ്കീം തന്നെ എല്ലാം മാറി. നല്ലൊരു അട്രാക്റ്റീവ് ഇടുമ്പോ ഒരു ബ്ലൂ ഫീൽ. അത് തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. സ്പോട്ട് ഫുൾ റെഡ് ആവും. ലോഞ്ച് കൺട്രോൾ ഉണ്ട്. അതാണ് മെയിൻ ഒരു കാര്യം. സ്പോട്ട് ഇൻഡിവിജ്വലി തന്നെ നമുക്ക് ഇതിന്റെ ഹാൻഡ് ബ്രേക്കിംഗ്, ഇതിന്റെ ഒരു സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് എല്ലാം ഓൾട്ടർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫേവറേറ്റ് ട്രാൻസ്മിഷൻ ആണ് ZF 8-speed ടോക്ക് കൺവേർട്ടർ. അതുകൊണ്ട് റിലയബിലിറ്റി അടിപൊളിയാണ്. ബിക്കോസ് നമ്മുടെ ട്രാഫിക്കിന് റിലയബിൾ ആയിരുന്നു. പക്ഷെ BM ഇതിന് എപ്പോഴും പറയുന്നൊരു സംഭവമുണ്ട്, ഇതിന്റെ ട്രാൻസ്മിഷൻ ഓയിൽ ഒരിക്കലും മാറണ്ട, ലൈഫ് ലോങ് കെയർ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാന്ന്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഒരു മേജർ സർവീസിൽ കെയർ വേണം അല്ലെങ്കിൽ. പക്ഷെ നല്ല റിലയബിൾ ട്രാൻസ്മിഷൻ ആണ് ടോക്ക് കൺവേർട്ടർ. ആ ടോക്ക് കൺവേർട്ടർ ഒരു ചെറിയ ലാഗ് ഉണ്ട് അല്ലേ? പക്ഷെ അത് കഴിഞ്ഞ അതൊരു 2000 RPM കഴിഞ്ഞ ഒരു പോക്കുണ്ട്. ഒന്ന് കൊടുത്തു നോക്കാം. സ്പോർട്ട് മോഡലല്ലേ? ഇനീഷ്യൽ ഒരു ഇത് കഴിഞ്ഞാണ്ടല്ലോ, ആ പുള്ള കണ്ട ലൈക്ക് നമുക്ക് പറയാൻ പറ്റാത്തൊരു സ്പീഡിലേക്ക് ഒരു ഇൻസ്റ്റന്റിൽ തന്നെയാണ് കയറുന്നത്. ഒരു അഡ്രിനാലിൻ റഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്. ലൈക്ക് സ്പോർട്ട് മോഡിൽ അത്രയും പവർ വരും. ലൈക്ക് ആ ഒരു പുഷ് ബാക്ക് ടു സീറ്റ്സ് അത് കുറച്ച് കഴിയണം അല്ലേ? DCT പോലെ പെട്ടെന്ന് നമുക്ക് കിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മള് വിചാരിക്കില്ലേ വണ്ടി ഇപ്പൊ പറക്കുന്നു, പക്ഷെ ലോഞ്ച് ആയി കഴിഞ്ഞാൽ ഒരു പോക്ക് പോകും. എക്കോ പ്രോ ഉണ്ട്. എക്കോ പ്രോയിൽ ഇട്ടാൽ നമുക്ക് എന്തായാലും ഈസിലി ഒരു ഹൈവേയിൽ 20 എന്തായാലും കിട്ടുന്നുണ്ട്. ഓൺ ആൻ ആവറേജ് 18 പക്കായിട്ട് കിട്ടും. ട്രാഫിക്കിലൊക്കെ ഒരു 12-11 അല്ലേ ആ റേഞ്ച്. പക്ഷെ അതന്നെ ഒന്ന് അടിപൊളിയല്ലേ, ഇത്രയും പവറുള്ള എഞ്ചിൻ, നല്ല കൂളിംഗ്, AC നമ്മൾ ഒന്നും അറിയില്ല. ഒരു പെർഫെക്റ്റ് ആണ് ലോങ് ഡ്രൈവിനായാലും അതെ ഒരു ഡെയിലി ഡ്രൈവിനായാലും ഒക്കെ എടുക്കുമ്പോൾ. നമ്മൾ പുറത്തത്തെ ഒരു ഡ്രാമ അറിയണില്ല. ഇപ്പൊ കാണിച്ചത് നമ്മളെ ലോഞ്ച് ചെയ്തപ്പോഴും കംപ്ലീറ്റ് ഇൻസുലേഷൻ ആണ്. സോളിഡ് ഫീൽ ഉണ്ട്. പിന്നെ നമുക്ക് ലൈക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പാഡൽ ഷിഫ്റ്റിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഇതാണല്ലേ, ഇൻസ്റ്റന്റ്ലി സ്പോർട്സ് മോഡ്സിലേക്ക് ഇട്ടപ്പോ സ്പോർട്ടിന്റെ ഒരു ഇതായി ഡിസ്പ്ലേ ആയി. ഇപ്പോ പാഡൽ ഷിഫ്റ്റ് ഇപ്പൊ നമ്മള് ഇൻസ്റ്റന്റ്ലി തന്നെ ഡൗൺ ആവണ്ടല്ലേ, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് മാനുവൽ കൺട്രോൾസ് നമ്മുടെ കയ്യിൽ തന്നെയാണ്, നമുക്ക് ഇഷ്ടമുള്ളപ്പോ ലൈക്ക് മാറ്റാം എന്നുള്ളൊരു ഇതുണ്ട്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കാറ് തോന്നിയ പോലെ ആയിരിക്കും ഇത് മാറുന്നത്. പക്ഷെ ട്രാൻസ്മിഷൻ സീംലെസ് ആണല്ലേ, കൊടുത്താ ഇങ്ങനെ പോക്കാണ്. ഗിയർ മാറണമെന്ന് അറിയണേ ഇല്ല, സ്മൂത്ത് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യണം. ലൈക്ക് ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ട് ഒരു ജെർക്കില്ല, ഇത് സ്മൂത്ത് ആയിട്ടാണ് അതിന്റെ ട്രാൻസിഷൻ ഗിയേഴ്സിന്റെ. പിന്നെ നമ്മുടെ എഞ്ചിന്റെ ഇപ്പൊ ഓയിൽ മാറ്റാറായി ഇതൊക്കെ കാണിക്കും, നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും ഇതിൽ കാണിക്കും, മോണിറ്റർ ചെയ്ത് കാണിക്കും. ലൈക്ക് അത് യൂസ്ഫുൾ അല്ലേ, പ്രത്യേകിച്ച് ജർമ്മൻ കാർസിന് എപ്പോ ഓയിൽ മാറ്റണം. ഇത് റെക്കമെൻഡ് ചെയ്യില്ല, ഇതിന് മുന്നേ മാറ്റാം. ലൈക്ക് ഇത് വാർണിംഗ് വരുന്നതിന് മുന്നേ മാറ്റുന്നല്ല അത്രയും നല്ലത്. പിന്നെ ഈ ഒരു 3D നമ്മളെ ഇൻഡിക്കേറ്റർ ഇടുമ്പോ ഇവിടെ കത്തും, ചേഞ്ചസ് എല്ലാം അതിൽ റെക്കോർഡിംഗ് ആണ്. അസാഡ് ഇട്ടാ കത്തും, അതെന്താ ഫ്ലാഷ് ചെയ്ത ഒരു പാസ് കാണിക്കും, ഭയങ്കര ആനിമേഷൻ, നല്ല രസമാണ്. അത് ഇൻസ്റ്റന്റ് ആട്ടോ, ഞാൻ ചെയ്യുമ്പോ തന്നെ അവിടെ ആവുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് ഒരു നെഗറ്റീവായിട്ട് കാർ ഡ്രൈവ് ചെയ്ത് തുടങ്ങിയപ്പോ ഒരു ഫിസിക്കൽ കൺട്രോൾസ് AC-ക്ക് കൊടുക്കാത്ത നെഗറ്റീവായിട്ട് തോന്നി. പക്ഷെ അതിനായാലും ഒരു സെന്ററിൽ കണ്ട ഡ്യുവൽ സോണിന്റെ അത് ഇൻഡിവിജ്വലി സെറ്റ് ചെയ്യാം. ഇവിടെ അങ്ങനെ ഓവറായിട്ട് വെക്കേണ്ടത് വെച്ചിട്ടായിരിക്കും ഒരു സ്ക്രീനിലോട്ട് മാറിയത്. പിന്നെ ഇതിന്റെ സെറ്റിംഗ് തന്നെ നമുക്ക് ഇപ്പൊ ഒരു ഹോട്ട് കണ്ടീഷനിലാണ് നമ്മൾ കയറി വരുന്നുണ്ടെങ്കിൽ മാക്സ് കൂളിംഗിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓണർ കയറി വരുമ്പോ തന്നെ കൂളിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ അത് ഭയങ്കര യൂസ്ഫുൾ ആണ് നമ്മുടെ ഇപ്പത്തെ ക്ലൈമറ്റ് അനുസരിച്ച്. ഈവൻ ഇതിന്റെ ഒരു എയർ സർക്കുലേഷൻ തന്നെയായാലും കണ്ട, പുറത്തെ ഫ്രഷ് എയർ വലിക്കാനായാലും പിന്നെ അകത്തെ എയർ സർക്കുലേഷൻ ചെയ്യാനായാലും എല്ലാം ഉണ്ട്. പിന്നെ ആ മാപ്പ് കാണാൻ നല്ല രസമുണ്ടല്ലോ നമ്മുടെ ക്ലസ്റ്ററിൽ, ആ ഒരു വെർച്വൽ കോക്പിറ്റ്. അതെ, അത് കാണാൻ നല്ലൊരു രസമുണ്ട്.
പിന്നെ എല്ലാം ഫീച്ചേഴ്സ് ഉണ്ട് വണ്ടിക്ക്, നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് എല്ലാം മോസ്റ്റ് മോഡേൺ കാർസിലുള്ള എല്ലാം ഉണ്ട്. അതെ. പിന്നെ ഇതിന്റെ ഒരു ഡിസ്പ്ലേയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൈ BMW എന്നുള്ളൊരു ആപ്പാണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു കാറിന്റെ ഇൻഫോർമേഷൻസ് എല്ലാം പാസ് ചെയ്യുന്നത്. റൂട്ടിന്റെ എല്ലാം ഉണ്ട്, ട്രാഫിക് കണ്ടീഷൻസ് നോക്കാം, കുറെ ഉണ്ട്. ലൈക്ക് മാപ്പിന് എന്ത് നല്ലൊരു ലേ ഔട്ടാണ് മാപ്പിന്റെ. ഇത് തന്നെ ഇത്രയും സെലക്റ്റീവ് ആണ്, നമുക്ക് ഇത് തന്നെ എഡിറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള വിഡ്ജറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാം. പിന്നെ മെയിൻ മെനുവിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ കുറെ ആപ്സും നമുക്ക് ഇവിടെ എക്സ്റ്റീരിയർ ലൈറ്റിംഗ്, ഇന്റീരിയർ ലൈറ്റിംഗ്, ഡിസ്പ്ലേസ്, കുറെ കസ്റ്റമൈസേഷൻസ് ഉണ്ട്, ഒരുപാടുണ്ട്. പിന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാപ്പേ അല്ലേ, രണ്ടും ഉണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു ലെങ്ത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ടേണിംഗ് റേഡിയസ് ഉണ്ട്, അത്യാവശ്യം നല്ല അടിപൊളി ടേണിംഗ് റേഡിയസ് ഒക്കെ ഉണ്ട്. ഈ ലെങ്ത്തിന് അത്രയും വേണം. അതെ, വേറെ കാര്യം. ലക്ഷറിയുടെ കേസിലായാലും ഒരു ഡ്രൈവിംഗിന്റെ കേസിലായാലും ഒരു കോംപ്രമൈസ് ഇതുവരെ 3 സീരീസിൽ വന്നിട്ടൊന്നുമില്ല. അത് ഇംപ്രൂവ് ആവുന്നുള്ളൂ ഓരോ ജനറേഷൻസ് കഴിയുമ്പോൾ, ഓരോ ഫേസ് ലിഫ്റ്റിലും. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ ചിലർക്ക് ലൈക്കിംഗ് ആണ്, ചിലർക്ക് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടാവുന്നില്ല. ഒരു അനലോഗ് ഫീൽ ഉണ്ടല്ലോ, ഒരു എനിക്ക് പേഴ്സണലി അനലോഗ് ഇഷ്ടം, പക്ഷെ ഇത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. എനിക്കും ഇത് ഇഷ്ടമാണ്, ഒരു മിക്സഡ് ചോയ്സ് ആണ്. ടോപ്പ് സ്പീഡ് പറയുകയാണെങ്കിൽ 230 km/h അല്ലേ, ക്ലോക്കിംഗ്. ഇതിന്റെ 0 to 100 ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. കമ്പനി പറയുന്നത് അറൌണ്ട് ഒരു 6-7 seconds ആണ്, പക്ഷെ അതിൽ 1 സെക്കൻഡ് നേരത്തെ ക്ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് യൂസേഴ്സ് പറയുന്നത്. ആണല്ലേ, 7 seconds ഈസിലി ക്ലോക്ക് ചെയ്യും. 7.5, 7.4 seconds. പിന്നെ that depends on the road conditions. അതെ. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്ന് ശ്രദ്ധിക്കണം, ലോങ് വീൽ ബേസ് ആയതുകൊണ്ട് അടി തട്ടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോഴും ഇതിന്റെ ഒരു നിഫ്റ്റി ഫീച്ചർ പോലെ കൊടുത്തിരിക്കുന്ന ഡോർ ലോക്സിന്റെ നോബ് പൊങ്ങി വരുന്ന അല്ലേ, അത് ഇപ്പോഴും കൊടുത്തിട്ടുണ്ട് അവര്. പിന്നെ വിൻഡോസിലെല്ലാം വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ്. വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ എന്തായാലും യൂസ്ഫുൾ ആണ്, ആവശ്യമുള്ളൊരു സാധനം. നമുക്ക് ഇതിന്റെ റിയർ സീറ്റ് കംഫർട്ടും കൂടെ നോക്കിയാലോ? റിയർ സീറ്റ് ചെക്ക് ചെയ്യാം ഞാൻ. അപ്പൊ ഇതിന് കേറി ഇരിക്കുമ്പോ തന്നെ ഉണ്ടല്ലോ എന്താ സ്പേസ്, ലെഗ് സ്പേസ്. ആ ലോങ് വീൽ ബേസ് എവിടെയാണ് ഗുണം ചെയ്ത് പറഞ്ഞാൽ ബാക്ക് സീറ്റിൽ ഇരിക്കണവർക്കാണ്. എത്ര സ്പേസ് ആണ്. ലൈക്ക് എന്റെ ഒരു റെഫറൻസ് പറയുകയാണെങ്കിൽ ഞാൻ 5'9" ആണ്. എന്റെ ഹൈറ്റിന് വളരെ അധികം സ്പേസ് ആണ്. ലൈക്ക് ഹെഡ് റൂം എനിക്കുണ്ട്. ലൈക്ക് 6 feet എബോ ഉള്ളവർക്ക് ചിലപ്പോ ചെറുതായിട്ട് ക്രാംഡ് ആയിരിക്കും, പക്ഷെ അവർക്ക് ഇങ്ങനെ ലൈക്ക് റിലാക്സ് ചെയ്തിരിക്കാം, ഒന്ന് സ്ട്രെച്ച് ഔട്ട് ചെയ്തിരിക്കുമല്ലോ. നല്ല ലെഗ് സ്പേസ് അല്ലേ. തൈ സപ്പോർട്ട് അത്യാവശ്യം തൈ സപ്പോർട്ട് ഉണ്ട്. ലെഗ് റൂമിന് ഈ റൂമൊക്കെ ആപ്റ്റ് ആണ്. അതെ. പിന്നെ കറക്റ്റ് പൊസിഷൻ ആട്ടോ, കൈ ഇരിക്കണ ലൈനിങ്. അതിപ്പോ ലൈക്ക് നമുക്കിത് ബാക്കിൽ 2 പേര് ഇത്ര ഇരിക്കാൻ പറ്റുള്ളൂ. അതിന് ഒരു ബേബീനെ ഇരുത്താം സെന്ററിൽ അല്ലേ. പിന്നെ ഇവിടെ തന്നെ AC കൺട്രോൾസ് ഉണ്ട്, 2 C ടൈപ്പ് പോർട്ട് ഉണ്ട്, അതും യൂസ്ഫുൾ ആണ്. ഇവിടെ ലൈക്ക് ഒന്നും നമുക്ക് സ്റ്റോറേജ് ഒന്നും കൊടുത്തിട്ടില്ല. മേ ബി ഇതിന്റെ ഹയർ വേർഷൻസിന് ടേബിൾ കൊടുക്കണായിരിക്കും. ഇവിടെ ലൈനിങ് പോണാണ്, നല്ല രസമുണ്ട്. സെൻട്രൽ നല്ല വ്യൂ ആണ്, ഗ്ലാസ് ഏരിയ ഉണ്ട്, പ്രത്യേകിച്ച് സൺറൂഫും കൂടി കണ്ടുകൊണ്ട് ഓവറോൾ ക്യാബിൻ തന്നെ ഫുൾ ലൈറ്റ് ചെയ്ത് ഓവറോൾ നല്ല ഗ്രീൻ ഹൗസ് ഉണ്ട്. അത് പറഞ്ഞപ്പോഴാ ഇതിലൊരു ഫീച്ചർ ഈ സോഫ്റ്റ് കുഷൻ ആണ്. നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്ന ബെൻസിലാണ്. ലൈക്ക് ഈ സീറ്റ് കുറച്ച് സ്റ്റിഫാണ്, പക്ഷെ ഈ സോഫ്റ്റ് ഇതും കൂടി ഉണ്ടായതുകൊണ്ട് നല്ല അത്യാവശ്യം ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ റീഡിംഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ആംറസ്റ്റ് പറയുകയാണെങ്കിൽ ആംറസ്റ്റിൽ ലൈക്ക് കപ്പ് ഹോൾസ് കൊടുത്തിട്ടുണ്ട്, 2 കപ്പ് ഹോൾഡേഴ്സ് വെക്കാം. പിന്നെ ഇവിടെ തന്നെ ഓപ്പണിംഗ് ബോട്ടിലേക്കുള്ള അതില്ല അല്ലേ. ഉള്ളിൽ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ടല്ലേ. ഉള്ളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഒരു ഫ്ലാറ്റ് സാധനം വല്ലതും വെക്കാം. അതെ, നല്ല പ്രോപ്പർ ആട്ടെ. നമ്മൾ ഇരിക്കുമ്പോ തന്നെ 2ത്തിന്റെ ആ ഒരു പൊസിഷൻ, 2 കൈ ഇരിക്കാൻ കറക്റ്റ് ആണ്. 3 point സീറ്റ് ബെൽറ്റ്സ് ആയാലും ഐസോഫിക് സ്റ്റൈൽ സീറ്റ് മൗണ്ട്സ് ഒക്കെ എല്ലാം പ്രോപ്പർ ആണ്. കോട്ട് ഹാങ്ങേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പതുക്കെ പോണ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റബിൾ അല്ല സീറ്റ് ബെൽറ്റ്സ് അല്ലേ. സീറ്റ് ബെൽറ്റ്സ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ അല്ല, ഫിക്സ്ഡ് ആണ്. ഓവറോൾ സ്പീക്കേഴ്സ് ഇവിടെ കാണാം. സ്റ്റോറേജ് സ്പേസ് ഒരു ബോട്ടിൽ കറക്റ്റ് ഇരിക്കും. ഇവിടെ നമുക്ക് എന്തെങ്കിലും ലൈക്ക് ബിസ്ക്കറ്റ്സോ സ്നാക്സ് എന്തെങ്കിലും വെക്കാം. ഓവറോൾ ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലേസ് ടു ബി. നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കിയാലോ ബാക്ക് സീറ്റിലെ കംഫർട്ട്. നമുക്ക് റൈഡ് കംഫർട്ട് നോക്കാം. എടാ അപ്പൊ പറയുകയാണെങ്കിലേ
ഫ്രണ്ടിലിരിക്കണേക്കാളും ബാക്കിലിരുന്ന് പോകാനും സുഖമാട്ടോ ഈ വണ്ടി. ലൈക്ക് പ്രത്യേകിച്ച് ഈ പില്ലോ കൂടി ഉള്ളതുകൊണ്ട് നല്ല സുഖമാണ്. എസ്പെഷ്യലി നമ്മൾ ബാക്കിലോട്ട് ഇരിക്കുമ്പോൾ ഭയങ്കര സൈലന്റാ. ഫ്രണ്ടിൽ നമുക്ക് ചെറിയൊരു എഞ്ചിനോട്ട് കേൾക്കാം, അതുപോലും ഇല്ല ബാക്കിൽ. റൈഡ് അടിപൊളിയാണ്, എനിക്കൊന്നും അറിയണില്ല. ഈവൻ ഇതിനൊരു പ്രോപ്പർ ഡ്രൈവേഴ്സ് കാർ എന്നുള്ള ഫീലിൽ മാത്രം ഒതുക്കാൻ പറ്റില്ല, ഒരു ഫാമിലി നീഡും. അങ്ങനെയാണെങ്കിൽ 3 Series എടുക്കാം. M340 Li മറ്റേ ആ സാധനം ഉണ്ടല്ലോ, 4 ലിറ്റർ. അത് വല്ലാത്തൊരു എഞ്ചിനാണ്. എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ ചെക്ക് ഔട്ട് 3 Series 4 ലിറ്റർ എഞ്ചിൻ. ഇത് രണ്ടും ഉണ്ട്, ഫാമിലി ഓറിയന്റഡും ഉണ്ട്, നമുക്ക് ഇരുന്ന് പോകാനും സുഖമാണ്. റിയർ സീറ്റിലെ കംഫർട്ട് എല്ലായിടത്തും പ്രകടമാണ്. ഇതിപ്പോ കണ്ടെയ്നർ റോഡാണ്, ഫുൾ ജംപ്സും ഇതൊക്കെ ഉണ്ടാവും. ലൈക്ക് അധികം അറിയണില്ല എനിക്ക്. ഓവറോൾ അടിപൊളി തന്നെ, റൈഡ് കംഫർട്ട് അടിപൊളി. ഇതിന്റെ ഒരു ടേണിംഗ് റേഡിയസ് നോക്കുകയാണെങ്കിലേ 5 മീറ്റർ സ്റ്റാൻഡേർഡ് ഉണ്ട്. ലൈക്ക് ഓട്ടോ സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ പറ്റും നമുക്ക്. ഈ ട്രാഫിക്കിൽ കിടന്ന ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആണ്. ലൈക്ക് സ്റ്റാർട്ടർ മോട്ടറിന് അതൊരു കേടാണ്. പക്ഷെ ഒരു എക്കോണമി സൈഡിലേക്ക് നോക്കുമ്പോൾ ഹെൽപ്ഫുൾ ആണ് അത്. ലൈക്ക് ഹെവി ട്രാഫിക്കിൽ അത് യൂസ് ചെയ്യരുത്. ബിക്കോസ് സ്റ്റാർട്ടർ മോട്ടർ എങ്ങനെ ഫ്രീക്വന്റ്ലി ഓൺ. പിന്നെ ഓവറോൾ ഒരു കൺക്ലൂഷൻ പറയാലോ നമുക്ക് ഡ്രൈവ് ഫീൽഡിന്റെ. ബെസ്റ്റ് എഞ്ചിൻ ടു ബൈ ഇൻ ഇന്ത്യ പറയുകയാണെങ്കിൽ. ലൈക്ക് എല്ലാം നമ്മുടെ റോഡ് കണ്ടീഷനിൽ നമുക്ക് അത്ര സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. അത്ര സ്പീഡിൽ പോകണമെങ്കിൽ പോവാം. റോഡ് അതെ, നമുക്ക് പൂനെ എക്സ്പ്രസ് ഹൈവേ, ബാംഗ്ലൂർ ഹൈവേയിലൊക്കെ സുഖമായിട്ട് നമുക്ക് 130, 140 ഒക്കെ പിടിച്ച് പുട്ടുപോലെ പോവാം. അതുകൊണ്ട് ആക്ച്വലി നമ്മളൊരു യൂസർ റിവ്യൂവിൽ നോക്കുമ്പോൾ 2 ലിറ്റർ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഡീസൽ എഞ്ചിൻ. ലാസ്റ്റ് എറ ഓഫ് ഡീസൽ എഞ്ചിൻ. ഇനി ഡീസൽ നിർത്താം. ഡീസലിനേക്കാളും ഉപരി ഒരു പെട്രോളും ഇലക്ട്രിക്കും വന്നൊരു കണ്ടീഷനാണ്. 3 ലിറ്റർ TDI തന്നെ നിർത്താറായി അല്ലേ? നിർത്തിയെന്ന് തോന്നുന്നു അല്ലേ ഏകദേശം. 2 ലിറ്റർ ആണ് ഇപ്പോൾ ബാക്കിയുള്ളത്. സോ നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് ഒക്കെ ആൾക്കാർ ഇത് നോക്കുകയാണെങ്കിൽ ഈ ചാസി ഉള്ളത് അടിപൊളിയല്ലേ? നൈസ് ബൈ. ഇതിന്റെ F30 തന്നെ ഇപ്പോഴും റീസെയിൽ മാർക്കറ്റിൽ നല്ല ക്വാളിറ്റി ഉണ്ട്, വാല്യൂ ക്വാളിറ്റി ഉണ്ട്. കാറാണ്. ലൈക്ക് 1 lakh kilometers ഓടിയ കാറുണ്ട്, പക്ഷെ അത് സ്റ്റിൽ റിലയബിൾ ആണത് അതിന്റെ ഒരു മെയിൻ്റെനൻസ് കീപ്പ് ചെയ്ത ഒരു ഫാക്ടർ കൊണ്ടാണ്. ലൈക്ക് ഇത് 2019-20 എടുക്കുമ്പോൾ എന്തായാലും നല്ല എക്സ്റ്റൻഡഡ് വാറന്റി ഉള്ള വണ്ടി എടുക്കുക. അല്ലാത്ത വണ്ടി പോയി എടുക്കരുത്. ലൈക്ക് നല്ല ചാർജാണ് മെയിൻ്റെനൻസ് കോസ്റ്റ്. സോ നമുക്ക് ലൈക്ക് എല്ലാം ഉള്ള വാറണ്ടിയും മറ്റേ എല്ലാ സർവീസ് പാക്കേജുള്ള വണ്ടി എടുക്കുക. പറ്റുകയാണെങ്കിൽ പുതിയത് എടുക്കുക, എത്രയും കെയർ ഫ്രീ ആവാം. അതെ, ഡിപ്രിസിയേഷൻ വാല്യൂ കൂടുതൽ സെക്കൻഡ് ആയതുകൊണ്ട് സെക്കൻഡ് നല്ല ചോയ്സ് ആണ്. എസ്പെഷ്യലി 2 ലിറ്റർ TDI മാത്രമാണ് ഞങ്ങൾ പറയുന്നത്, റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നമുക്കൊരു വേർഡിറ്റിലേക്ക് എത്താം. സോ എക്സ് ഷോറൂം 65 lakhs ആണ് പറയണത്. ഒരു ഓൺ റോഡ് ഒരു 78, ക്ലോസ് ടു 80 നമ്മുടെ സർവീസ് പാക്കേജ് ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ എടുക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. കാരണം ഇത് ഇപ്പോൾ അങ്കിൾ എടുത്തപ്പോൾ ഹാർഡ്ലി 6 months ആയിട്ടുള്ളൂ. 75 റേഞ്ചിലാണ് ഓൺ റോഡ് വന്നത്, ഇപ്പോൾ 78 ആയി. ലാസ്റ്റ് എറ ഗുഡ് ലുക്കിംഗ് BMW റെയർ വീൽ ഡ്രൈവ് പ്രോപ്പർ ഫാമിലി കാർ വിത്ത് 2 ലിറ്റർ TDI എഞ്ചിൻ. ഒരു കളക്റ്റബിൾ കാറും കൂടിയാണത്. കളക്റ്റബിൾ ആവും, ഉറപ്പാണ്. പിന്നെ പെട്രോൾ ഉണ്ട്, 3 ലിറ്റർ പെട്രോൾ ഉണ്ട്. അത് പ്രോ വേർഷനും ഉണ്ട്, ബേസിക് പെട്രോളിന്റെ ഒരു ബേസിക് മോഡലും ഉണ്ട്. 330 എല്ലാം എംസ്പോർട്ട് ആണെങ്കിൽ 4 cylinder പെട്രോൾ എഞ്ചിനാണ്. മറ്റേ 340 ആണെങ്കിൽ 6 cylinder. 340 പക്ഷേ 3 Seriesലേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഗ്രാൻഡ് ലിമോസിനിൽ 3 ലിറ്ററും 2 ലിറ്ററും മാത്രമേ ഉള്ളൂ. സോ നമുക്കൊരു കൺക്ലൂഷൻ പറയാം അല്ലേ? യെസ്. നിന്റെ ലൈക്ക് അങ്കിളിനോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അങ്കിളിന് ഒരു പ്രോസ് ആൻഡ് കോൺസ് രണ്ടും പറയാനുണ്ടായി. ഇപ്പോ നെഗറ്റീവിന്റെ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു ഇഷ്യൂ ഉണ്ട്. എക്സ്റ്റൻഡഡ് വീൽ ബേസും കൂടി ആയതുകൊണ്ട് കുറച്ച് പ്രശ്നമാണ്. പിന്നെ പിന്നെ എഞ്ചിൻ സൈഡും ഒന്നും പറഞ്ഞില്ല. പിന്നെ ഇതിന്റെ ഒരു പോസിറ്റീവ്സിൽ എടുത്തു പറയേണ്ടത് ഇതിന്റെ ഒരു ഫ്യൂൽ എക്കോണമി. You can expect anywhere above 15 km per liter. അത് എത്ര റഷ് ചെയ്ത് ഓടിച്ചാൽ പോലും ഒരു 12-13 ലോക്ക് ആയി കിടക്കും. അതിൽ പവറും കിട്ടുന്നുണ്ട്, മൈലേജും കിട്ടും. പിന്നെ റിലയബിലിറ്റിക്ക് ഒരു പ്രശ്നമില്ല. ഇത് എത്രയോ പ്രൂവൺ എഞ്ചിനാണ് 2 ലിറ്റർ. മെയിൻറ്റെയിൻ ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല വണ്ടിക്ക്. ടൈംലി 1 year per സർവീസും പിന്നെ
അങ്ങനത്തെ ചെറിയ ചെറിയ മെയിൻ്റെനൻസ് പക്ക ചെയ്ത ഒരു ഇഷ്യൂസും ഇല്ല. പറയുകയാണെങ്കിൽ ഇതിന്റെ സെൻസേഴ്സിനാണ് പണികൾ വരിക. അതൊന്ന് കെയർ കൊടുക്കണം, കുറച്ച് മെയിൻ്റെനൻസ് ഉണ്ടാവും. ലൈക്ക് അതിപ്പോ എന്തായാലും എക്സ്പെക്ട് ചെയ്യണം. ഒരു ജർമ്മനിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. സെൻസേഴ്സ് എന്തായാലും എപ്പോ വേണമെങ്കിലും പോവാം, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് തന്നെ ഇരിക്കണം. എക്സ്റ്റൻഡ് വാറന്റി എടുത്താൽ അത്രയും നല്ലത്. എക്സ്റ്റൻഡ് മറ്റേ സർവീസ് പാക്കേജ് എടുത്താൽ അത്രയും നല്ലൊരു കാര്യമാണ്. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ചെറിയ റിവ്യൂ. BMW ഞങ്ങളുടെ ഡ്രീം കാർ ആയിരുന്നു, അത് തന്നെ ഈ പ്രാവശ്യം കിട്ടി. അപ്പോൾ അതിന്റെ ഒരു ചെറിയ റിവ്യൂ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സോ ഹേ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ BMW 3 സീരീസിന്റെ വീഡിയോ. ഇതുപോലത്തെ ചെറിയ വീഡിയോസും ഫുഡ് ടെക് ഓൾ ദോസ് ബ്ലോഗ്സ് ഇതെല്ലാം കാണാനായി ഡു സബ്സ്ക്രൈബ് ടു റിവ്യൂ രസം. ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയോ ഇതുപോലത്തെ വീഡിയോസും ലക്ഷറി കാർസും കാണാനായി ഡു സബ്സ്ക്രൈബ്. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ. ബോണസ്. സോ ഗൈസ്, നമ്മൾ ഇതിലൊരു നിഫ്റ്റി ഫീച്ചർ പറയാൻ വിട്ടുപോയി. അതിന്റെ റിവേഴ്സിംഗ് അസിസ്റ്റ് ആണ്. നമ്മളിപ്പോ ഏതെങ്കിലും ടൈറ്റ് പാർക്കിംഗ് സ്പോട്ടിലേക്കൊക്കെ ചെന്ന് പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ എത്ര ക്യാമറ ഉണ്ടെങ്കിലും മറ്റേ മിറേഴ്സ് ഒക്കെ നോക്കിയെടുത്താലും നമുക്കൊരു പേടിയുണ്ട് ഉള്ളിൽ. മെമ്മറി ആണ് അതിന് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റിയർ ചെയ്തത്, പാർക്കിംഗ് ആൻഡ് മാനൂവറിംഗ് എന്നാണ് പറയുന്നത്. നമ്മൾ ലൈൻ സെറ്റ് ചെയ്ത് കറക്റ്റ് അതേ സ്ഥലത്ത് വന്ന് പാർക്ക് ചെയ്യും. അതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ട് 50 മീറ്റേഴ്സ് വരെയാണ് റേഞ്ച് പറയുന്നത്. ഡ്രൈവിലേക്ക് ഇട്ടു. നമ്മളാ വന്ന ഡയറക്ഷൻ കറക്റ്റ് അത് മെമ്മറി ഓർത്ത് വെച്ചു. തിരിച്ച് അതേപോലെ റിട്ടേൺ ചെയ്യും. ജസ്റ്റ് ബ്രേക്ക് മാത്രം നമ്മളൊന്ന് ഹാൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം കാർ ഇറ്റ്സെൽഫ് ഓൺ ആയിട്ട് ചെയ്യും. തിരിച്ച് അതേ സ്പോട്ടിലേക്ക് തിരിച്ചു. സൂപ്പർ ഫീച്ചർ അല്ലേ? യെസ്.